എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണാനിരിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഇന്ന് ഇവിടെ വരാനിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണ് എന്ന സെന്റൻസ് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതാണ് വാലാഹെ, രണ്ടാമതാണ് വാലിഹെ, മൂന്നാമതാണ് വാലേഹെ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ക്രിയകളുണ്ടല്ലോ, വെർബുകൾ, ഈ ക്രിയയുടെ ജാന, ഇപ്പോൾ ഞാൻ പറയാണ് പോവുക എന്ന് പറയാ ജാന. ജാന എന്ന് പറയാതെ ഇവിടെ ജാനെ എന്ന് പറയണം. നെ. ഓക്കെ, എങ്ങനെ പറയാ? നെ. ജാനെ, ആനെ, കർണെ, കാനെ, പീനെ. അതിനുശേഷം ചേർക്കാം വാലാഹെ, വാലിഹെ, വാലഹെ ചേർക്കാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നെ, കേട്ടോ. നെ. ഈ ജാന ഉണ്ടോ, ജാന എന്ന് പറയുന്ന ക്രിയയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ന ഒഴിവാക്കിയിട്ട് അവിടെ ന ഒഴിവാക്കണം. ജാന ന ഒഴിവാക്കുക, അവിടെ നെ ചേർക്കുക. ജാനെ. അപ്പൊ ആന, ആന ന ഒഴിവാക്കിയിട്ട് അവിടെ നെ ചേർക്കുക. ആനെ. അതുപോലെ ഖാന ന ഒഴിവാക്കുക, നെ ചേർക്കുക. ഖാനെ. അതിനുശേഷമാണ് നമുക്ക് എന്ത് ചേർക്കേണ്ടത്? വാലാഹെ, വാലിഹെ, വാലേഹെ. ഓക്കെ, ഞാൻ ഒന്ന് പറയാണ്, ഇത് കർണ എന്നാണ് നമുക്ക് വേണ്ടത്. കർണ എന്നല്ല, കർണേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നേ കൊടുത്തു. കേട്ടോ, ബ്രാക്കറ്റിൽ ഞാൻ നേ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം അത് ന എന്നുള്ള ആ ഒരു വേർഡിനെ നമുക്ക് നേ ആക്കണം. എന്നിട്ടാണ് നമ്മൾ വാലാഹെ, വാലിഹെ, വാലഹെ ചേർക്കേണ്ടത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്കോ എന്ന് പറയാം. അതുപോലെ നിങ്ങളെ, എനിക്ക് നിങ്ങളെ കാണണം, ആപ്സെ, ആപ്സെ എന്ന് പറയാം. അതുപോലെ നിങ്ങളോട്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം, അപ്പോഴും നമ്മൾ ആപ്സെ എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്കോ എന്ന് പറയണം. ഓക്കെ, ഇത് മറക്കരുത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ്, ഞാൻ ഇപ്പോൾ അവിടെ പോകാനിരിക്കുകയാണ്. എന്താ പറഞ്ഞ്? ഞാൻ ഇപ്പോൾ അവിടെ പോകാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയാ? മേ ആണല്ലോ. ഇപ്പോൾ എന്താ പറയാ? അബി എഴുതി. അവിടെ എന്താ പറയാ? വഹ. പോകാനിരിക്കുകയാണ്, പോവുക, ജാന. ഞാൻ പറഞ്ഞു ന ഒഴിവാക്കിയിട്ട് അവിടെ നെ ചേർക്കണം. ജാനെ. ഓക്കെ, ഉണ്ടോ? ജാനെ ചേർത്തല്ലോ, ജാനെ. അത് കഴിഞ്ഞിട്ട് വാലാഹും. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഹും ചേർത്തത്? അതിന്റെ കാരണം ഇവിടെ മേ ഉണ്ട്. മേന്റെ കൂടെ എന്താ വരാ? ഹും വരാം. അപ്പൊ എന്തായി? മേ അബി വഹ ജാനെ വാലാഹും. മേ അബി വഹ ജാനെ വാലാഹും. ഇനി അതൊരു പെണ്ണാണ് പറയുന്നതെങ്കിലോ, ഒരു ഫീമെയിലാണ് പറയുന്നതെങ്കിലോ, അപ്പൊ അങ്ങനെ പറയണം. എന്ന് പറയണം മേ അബി വഹ ജാനെ വാലിഹും. കണ്ടോ, ഇവിടെ വാലി വന്നു, വാലി. മേ അബി വഹ ജാനെ വാലിഹും. ഓക്കെ, അതൊരു ആണാകുമ്പോഴോ വാലാഹും, മേ വന്നു, മേ വാലാഹും. ഓർ മേ ഒരു ഫീമെയിൽ ആണെങ്കിലോ വാലിഹും. ഇനി അവനാണെങ്കിലോ അവൻ, വോ. വോ നമ്മൾ നോർമൽ ആയിട്ടുള്ള വാലാഹെ, വോ വാലാഹെ. വോ വഹ ജാനെ വാലാഹെ. ഓക്കെ, അവളാണെങ്കിലോ വോ, അവളാണെങ്കിൽ വോ എന്ന് പറയാ. വോ വഹ ജാനെ വാലിഹെ. ഓക്കെ, ഫീമെയിൽ ആകുമ്പോ വാലിഹെ, അത് മറക്കരുത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്, അവൾ നാളെ ഇവിടെ വരാനിരിക്കുകയാണ്. എന്താണ്? അവൾ നാളെ ഇവിടെ വരാനിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് എന്താ പറയാ? വോ. നമ്മൾ വോ എഴുതി. അത് കഴിഞ്ഞിട്ട് നാളെ കൽ, അത് എഴുതി. ഇവിടെ യഹ, അത് എഴുതി. അല്ലെങ്കിൽ യഹാപ്പർ എന്ന് പറയാം, യഹാപ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ യാ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വരാനിരിക്കുകയാണ്. ആദ്യം വരുക, ആന. ആന എന്ന് പറയുന്ന ക്രിയയിലെ ന ഒഴിവാക്കിയിട്ട് അവിടെ നെ ചേർക്കണം. എന്താ? നെ ചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ എന്തായി? ആനയെന്നായി അല്ലേ? ആനയിൽ ന ഒഴിവാക്കി നെ ചേർത്തു, എന്തായി? ആനെ. അത് കഴിഞ്ഞ് നമുക്കറിയാം എന്താണ്? അവൾ പെണ്ണല്ലേ, ഫീമെയിൽ അല്ലേ? പെണ്ണാവുമ്പോൾ നമുക്ക് വാലിഹെ ചേർക്കണം. അപ്പൊ എന്തായി? വാലിഹെ. സിമ്പിൾ, സിമ്പിൾ അല്ലേ? എന്തായി? വോ കൽ യഹ ആനെ വാലി ഹെ. വോ കൽ യഹ ആനെ വാലി ഹെ. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? വോ കൽ യഹ നെഹി ആനെ വാലി ഹെ. ഇവിടെ നമുക്ക് നെഹി ചേർക്കാം. എവിടെ? ക്രിയയുടെ മുന്നേ. വോ കൽ യഹ നെഹി ആനെ വാലി ഹെ. ഇനി നമ്മുടെ മൂന്നാമതാണ്, കുറച്ച് സമയം കഴിഞ്ഞ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് എന്നുള്ളതിന് എന്താ പറയാ? തോടി ദേർ ബാദ്. എന്താ പറയാ? തോടി ദേർ ബാദ് എഴുതല്ലോ. ഞങ്ങൾ എന്ന് പറയാ ഹം. ഹം
ഹം എന്താണ്? ഹം പ്ലൂറൽ ഫോം ആണ്. ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ടെങ്കിലും അതുപോലെ ബഹുമാനം കൊടുത്ത് പറയണമെങ്കിലും നമുക്കവിടെ വാലാഹ എന്നല്ല പറയാ, വാലേഹ എന്നല്ല പറയാ, വാലേഹെ കണ്ടോ അല്ലേ, വാലേഹെ. എങ്ങനെയാണ്? പ്ലൂറൽ ഫോം ഒരുപാട് പേരുണ്ടെങ്കിൽ അതുപോലെ റെസ്പെക്ട് കൊടുത്ത് പറയാനും നമ്മൾ വാലേഹ ആണ് ഉപയോഗിക്കേണ്ടത് ഈ മൂന്നെണ്ണത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ എന്തായി? കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെ, തോടി ദേർ ബാദ് ഞങ്ങൾ ഹം പാർക്കിൽ പാർക്ക് മേ കളിക്കാനിരിക്കുകയാണ്. കളിക്കുക കേൽന, കളിക്കുക കേൽന. ന ഒഴിവാക്കിയിട്ട് നെ ചേർക്കാം. എന്തായി? കേൽനെ ആണല്ലോ. കേൽന ന ഒഴിവാക്കി നെ ചേർത്തു. കേൽനെ. അടുത്തത് വാലേഹെ, വാലേഹെ. എന്തുകൊണ്ടാണ് വാലേഹെ ചേർത്തത്? അതിന്റെ കാരണം ഞങ്ങളല്ലേ, പ്ലൂറൽ ഫോം ആണ്, ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായി? തോടി ദേർ ബാദ് ഹം പാർക്ക് മേ കേൽനെ വാല ഹെ, തോടി ദേർ ബാദ് ഹം പാർക്ക് മേ കേൽനെ വാലെ ഹെ. ഓക്കെ, കേൽനെ വാല ഹെ. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? ഇങ്ങനെ എഴുതാം. തോടി ദേർ ബാദ് ഹം പാർക്ക് മേ നെഹി കേൽനെ വാലെ ഹെ. ഇവിടെ നമുക്ക് നെഹി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നെഗറ്റീവ് ആയല്ലോ. തോടി ദേർ ബാദ് ഹം പാർക്ക് മേ നെഹി കേൽനെ വാലെ ഹെ. ഓക്കെ, ഇനി നമുക്ക് നാലാമത് നോക്കാം. നാലാമതാണ് അവർ എല്ലാവരും ഇന്ന് വൈകുന്നേരം നിങ്ങളെ കാണാനിരിക്കുകയാണ്. അപ്പോ അവർക്ക് എന്താ പറയാ? വേ ആണല്ലോ, വേ. എല്ലാവരും സബ്, വേ സബ് ഇന്ന് വൈകുന്നേരം ആജ് ഷാംകു, അതും എഴുതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ആണോ, നിങ്ങളെ. ഇവിടെ നിങ്ങളെ എന്ന് വീടിനെ നമ്മൾ ആപ്സെ എന്ന് പറയും. ഓക്കെ, നിങ്ങളെ ആപ്സെ. അപ്പൊ നമ്മൾ എഴുതി ആപ്സെ, കണ്ടോ, ആപ്സെ ചെയ്തല്ലോ. വേ സബ് ആ ഷാംകോ ആപ്സെ, കാണാനിരിക്കുകയാണ്. എന്താ പറയാ? മിൽന എന്ന് പറയുന്ന ക്രിയയിലെ ന ഒഴിവാക്കിയിട്ട് അവൻ നെ ചേർക്കാം. എന്തായി? മിൽനെ ആണല്ലോ, മിൽനെ. അത് കഴിഞ്ഞിട്ട് വാലേഹെ. എന്തുകൊണ്ടാണ് വാലേഹെ ചേർത്തു? കാരണം അവരാണ് പ്ലൂറൽ ഫോം, ഒരുപാട് പേരുണ്ടായി കഴിഞ്ഞാൽ വാലേഹെ. ഓക്കെ, അപ്പൊ എന്തായി? വേ സബ് ആ ഷാംകോ ആപ്സെ മിൽനെ വാലെ ഹെ, വേ സബ് ആ ഷാംകോ ആപ്സെ മിൽനെ വാലെ ഹെ. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? വേ സബ് ആജ് ഷാംകോ ആപ്സെ നെഹി, എന്താണ്? നെഹി മിൽനെ വാലെ ഹെ, നെഹി മിൽനെ വാലെ ഹെ. ഇനി ചോദ്യം ചോദിക്കണമെങ്കിലോ നമുക്ക് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ ക്യാ ചേർക്കാവുന്നതാണ്. ഇവിടെയോ ചേർക്കാവുന്നതാണ്. ക്യാ വേ സബ് ആ ഷാംകോ ആപ്സെ മിൽനെ വാല ഹെ, അല്ലെങ്കിൽ വേ സബ് ആ ഷാംകോ ആപ്സെ മിൽനെ വാല ഹെ ക്യാ, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് നോക്കാം. അവൻ നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുകയാണ്. അവൾ നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുകയാണ്. അപ്പൊ അവൻക്ക് എന്താ പറയാ? നമ്മൾ എഴുതി വോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്, ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ആപ്കോ. കണ്ടോ, എന്താ പറയാ? ആപ്കോ. അപ്പൊ എന്തായി? വോ ആപ്കോ എന്തോ കുച്ച് തരാനിരിക്കുകയാണ്. ദേന എന്ന് പറയാണോ? ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തരുക അല്ലെങ്കിൽ നൽകുക. അപ്പൊ ദേന എന്ന് പറയുന്ന ക്രിയയിൽ നിന്നും ന ഒഴിവാക്കിയിട്ട് അവിടെ നെ ചേർത്തു. അപ്പൊ എന്തായി? ദേനെ. കണ്ടോ, ദേനെ. എന്താണ്? ദേനെ. അത് കഴിഞ്ഞിട്ട് വാലാഹെ, ദേനെ വാലാഹെ. എന്താ വാലാഹ എന്ന് കാരണം? അതിന്റെ കാരണം അവനല്ലേ, അവൻ സിംഗുലർ, അവനാണ്, അതുകൊണ്ട് വാലാഹെ. അപ്പൊ എന്തായി? वो आपको कुछ देने वाला है, वो आपको कुछ देने वाला है. ഇനി നിങ്ങളൊരു 2-3 സെന്റൻസ് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपको बहुत बहुत धन्यवाद.